മാസശമ്പളക്കാരായ ആളുകൾക്ക് ശമ്പളം വന്നു കഴിയുമ്പോഴത്തേനും EMI പിടിക്കുമല്ലോ, അതേപോലെയാണ് ചില സ്ത്രീകൾ വന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ടബേന്നൊരു വരും, പട്ടേന്ന് നമ്മുടെ പൈസ പോകും. അതേപോലെ ഒരാൾ വരും, അവൻ പീഡിപ്പിച്ച് മറ്റവൻ പീഡിപ്പിച്ച് അവൻ്റെ പുറകിൽ നിന്നവൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പീഡനത്തോട് പീഡനം. യൂട്യൂബ് നോക്കിയ പീഡനം, ഇൻസ്റ്റാഗ്രാം നോക്കിയ പീഡനം, ഫേസ്ബുക്ക് നോക്കിയ പീഡനം. എൻ്റെ പൊന്നോ വയ്യ. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പീഡനം കൊണ്ട് ഇപ്പം നിൽക്കാൻ പാടില്ല. ഇത് വളരെയധികം കഷ്ടപ്പെട്ട് ഓരോ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെയാണ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോട് ഇവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം വരെ ഇതെല്ലാം ഒരു ആരോപണങ്ങൾ മാത്രമാണ്, ഒന്നും കൃത്യമായി പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്ത്രീയുടെ പക്ഷത്ത് നിന്നും ചിന്തിക്കുന്നുണ്ട്, പുരുഷൻ്റെ പക്ഷത്ത് നിന്നും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് ഇവർക്കൊക്കെ എതിരെ കേസെടുത്തിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും എല്ലാം കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ആറാട്ടണ്ണന് വരെ കേസ് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ കാണാൻ അടുത്ത ലാഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ നടൻ ശ്രീ ജയസൂര്യ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, 2 സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത മുന്നോട്ട് വരികയും അതിനുശേഷം ജയസൂര്യ ഞാൻ സൈബർ ബുള്ളിങ്ങിനെ ഭയക്കില്ല, തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കില്ല, ഞാൻ നിയമപരമായി നേരിടുമെന്നൊരു വാർത്ത പുറത്തു വരികയും അതിനുശേഷം ഈ നടി ഒരു ചാനലിൽ പോയിരുന്നത് ജയസൂര്യ അല്ലായിരുന്നു എന്ന് പറയുകയും പിന്നീട് അടുത്ത ദിവസം വന്നിട്ട് അത് ജയസൂര്യ തന്നെ ആയിരുന്നു, ജയസൂര്യ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് അവർ കട്ട് ചെയ്തതാണെന്ന് പറയുകയും എന്തൊക്കെയോ പറയുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നടനല്ലെന്ന് പറയും. നിങ്ങൾ അടുത്ത നടനാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നടനും അല്ലെന്ന് പറയും. ഞാൻ ആ നടൻ്റെ പേര് ഈ നടൻ്റെ പേര് ആ നടനെ, ഇങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അതിന് കൃത്യമായ എക്സാമ്പിൾ ഇല്ല. നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് 2 രൂപ കുറയുമ്പോഴാണ് കേരളത്തിൽ 2 രൂപ കൂട്ടിക്കൊണ്ടിരുന്നത്. അത് ആഗോള വിപണിയിൽ കുറയുന്നതിന് ആനുപാതികമാണ് നമ്മളിവിടെ കൂട്ടിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു തേങ്ങ മനസ്സിലാക്കാത്തൊരു സാധനം കൊണ്ടുവരുമല്ലോ. അതാണ് ഈ നടി ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് നമ്മൾ ഇവരോട് ചോദിച്ചു എന്ന് വെക്കുക. അതായത് ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു സ്ത്രീയെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിച്ചു എന്നുള്ളതിന് താങ്കളുടെ പക്ഷം തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടിട്ട് വരും. തെളിവുകളെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ്, ഏറ്റവും വലിയ തെളിവ്. അത് അവർ ചെയ്തില്ല എന്ന് അത് തെളിയിക്കുന്നത് അവരുടെ ചുമതല. അത് ശരി. അപ്പൊ ഇപ്പൊ പീഡിപ്പിച്ചെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല, അവര് പീഡിപ്പിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു. അതായത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളെ ഇതുപോലെ കുറേ പേർ, ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല, ഞാനിവരെ വിധിക്കുന്നില്ല, ഇവരെ പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ പേർ അവർക്ക് ചില റൈറ്റ്സ് പ്രിവിലേജസ് നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ മുതലെടുക്കുന്നൊരു സാധനമാണ് ഈ ചെയ്യുന്നത്. അതായത് ഞാൻ പറയുന്നതാണ് തെളിവ്, ഒരു സ്ത്രീ പറയുന്നതാണ് തെളിവ്, അത് ചെയ്തിട്ടില്ലെന്നതിന് പ്രൂവ് ചെയ്യേണ്ടത് അവനാണെന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവരുടെ സൈഡിൽ സത്യം പറഞ്ഞാൽ പ്രൂഫ് ഒന്നുമില്ല. സംഭവം സത്യമാണോ എന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. ഇവരിനി ഉറക്കത്തിൽ കിടന്ന് വല്ല സ്വപ്നം കണ്ടയാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. ചുമ്മാ രാവിലെ ഉറക്കം എണീറ്റപ്പോൾ ഇന്ന് എന്നെ പീഡിപ്പിച്ചത് ജയസൂര്യ, മുകേഷ്, ഇങ്ങനെ കുറേ പേരുടെ ലിസ്റ്റ് എടുക്കുക, വെച്ചങ്ങ് ചാമ്പുക. തീർന്ന് പോപ്പുലറായി, ഞാൻ ഹിറ്റായി. ഇനി അവരുടെ കടമ അത് തെളിയിക്കുക എന്നുള്ളത്. വേണ തെളിയിച്ചോണം. അത് ചില സത്യസന്ധമായ നടന്മാരുണ്ടാകാം, മോശമായിട്ടുള്ള നടന്മാരുണ്ടാകാം. എന്തായാലും അവരുടെ പ്രതിച്ഛായ വലിച്ചു കീറിയപ്പോൾ മാഡത്തിന് സന്തോഷമായി. ഇനി ഈ മാഡത്തിൻ്റെ ഉദ്ദേശം ശരിക്കും നീതി കിട്ടുക എന്നുള്ളതാണോ? ഒന്ന് കണ്ടിട്ട് വരൂ. ഉടനെ അത് കേസെടുത്തില്ല. അദ്ദേഹം ഏത് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാലും എനിക്ക് ഇന്ന ഫോണിൽ നിന്ന് ഇന്ന നമ്പറിൽ നിന്ന് എന്നെ ഒരു സ്ത്രീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, ഇല്ലെങ്കിൽ പോട്ടെ എന്റെ ഭർത്താവ് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇപ്പൊ ഞാനൊരു കാര്യം ഉന്നയിച്ചപ്പോൾ അതിനുടനെ എന്റെ പുറകെ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മളെ ചിന്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം, അല്ലാതെ നീതി ലഭിക്കുക എന്നുള്ള ലക്ഷ്യമല്ല. നമ്മൾ ചിന്തിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ചോദ്യം ചോദിക്കുന്നു. അതായത് ഇങ്ങനെ ഇരുന്ന് വാർത്തക്കാരോട് ഉത്തരം പറയുന്നു, പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറഞ്ഞ് നമുക്കത് ഇട്ട് തരുന്നു. അത് ശരിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ ചെയ്തത് ശരിയാണോ? അല്ല, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചത് തെറ്റ്. വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിച്ചത് ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ വന്ന് ചെയ്തത് ശരി അല്ലേ? അപ്പോൾ ഇതിനകത്ത് ചില നടിമാർ പറയുന്നുണ്ടായിരുന്നു നിയമപരമായി പോയിട്ട് കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന്. പിന്നെ ഇപ്പം എന്തുണ്ടാക്കാനാണ് നിങ്ങൾ ഈ ചാടി പിടിച്ച് വന്നത്?
കോസ്റ്റ്യൂമിലൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്, കാര്യമാക്കണ്ട. ഓന്ത് നിറം മാറുന്ന പോലെ ഇവിടെ പലരും നിറം മാറുന്ന സ്ഥിതിക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. നമുക്ക് നമ്മുടെ വിഷയമാണല്ലോ പ്രധാനം. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളൊക്കെ ഈ സ്ത്രീകൾ ഉന്നയിക്കുമ്പോൾ ഇവരുടെ ശരിയായ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഒരു ചർച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു. ഇത്തരത്തിലുള്ള പീഡിപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതിന് പിന്നിൽ നടന്നെങ്കിലും ഇല്ലെങ്കിലും ഇതിന് പിന്നിലെ മറ്റൊരു ഗൂഢലക്ഷ്യം കൂടെ ഉണ്ട്. അത് കാണിച്ചു തരാം. കണ്ടിട്ട് വാ. ഞാൻ MM എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് നിയമവ്യവസ്ഥ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ അത് പറയേണ്ടി വരും. അതാണ് പ്രശ്നം. ഇപ്പോ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്കത് ആ ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. എനിക്ക് മൈ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൈ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിസിറ്റി മുഖ്യം ബിയിലെ. അപ്പോൾ അവർക്ക് നീതി കിട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ തന്നെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിച്ച ആൾക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അയാൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുക എന്നുള്ളതോ അല്ല ലക്ഷ്യം. എൻ്റെ മുഖം ജനങ്ങൾ കാണണം, എന്നെ നിങ്ങൾ അറിയപ്പെടണം, സിനിമയിലും ഒരു വെണ്ടയാകാൻ പറ്റില്ല, ഇങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോപ്പുലർ ആകണം എന്ന നിലയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവർ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഈ നടന്മാർ പീഡിപ്പിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇവർ പബ്ലിസിറ്റി മാത്രം ഫോക്കസ് ചെയ്ത് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇനി നമുക്ക് കൊല്ലത്തിൻ്റെ MLA മുകേഷ് സാറിലേക്ക് വരാം. അദ്ദേഹത്തിനെ ഇന്നലത്തെ ദിവസം അദ്ദേഹത്തിനെ കാണുവാനില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ചില ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. കോഴിയെ കെട്ടിത്തൂക്കി രണ്ട് കയ്യിലും പിടിച്ചിട്ട് മുകേഷിൻ്റെ മാസ്ക് ഒരാൾ വെച്ചിട്ട് കോഴി മുകേഷ് എന്ന് പറഞ്ഞിട്ട്, എന്തിനാണ് ആ മൃഗത്തെ നീയൊക്കെ വേദനിപ്പിക്കുന്നത്? നിനക്കൊക്കെ മുകേഷിനെതിരെ രാഷ്ട്രീയ അജണ്ട പ്രകാരം ചെയ്യണമെങ്കിൽ അല്ലാതെ മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ശിക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ജീവനെ വെറുതെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുതെന്നൊരു യാചന എനിക്കുണ്ട്. അതുങ്ങളെ നമ്മൾ കശാപ്പ് ശാലയിലിട്ട് കൊല്ലുന്നു, നമ്മൾ പലതും കാണിക്കുന്നു. അത് പോരാഞ്ഞ് ഇങ്ങനെ കുറേ പീഡനങ്ങളും. ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് ബീഫ് നിരോധിച്ചപ്പോഴത്തേനും പശുവിനെ നടുറോട്ടിലിട്ടിട്ട് ഇവിടെ മൃഗീയമായി ഓരോന്ന് ചെയ്യിച്ചത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവായി ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യമില്ല, വെറുതെ ഒരു രസത്തിന് മുകേഷിൻ്റെ ഒരു സിനിമ ചലച്ചിത്ര രംഗം ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യമില്ല, വെറുതെ ഒരു കുത്തിപ്പൊക്കൽ കണ്ടിട്ട് വരൂ. ഈ വാതിലിന് വേറെ ആരും മുട്ടാൻ ഞാൻ തന്നെയാ മനു. വാതിൽ നമുക്കിടയിൽ എന്തിനാ ഒരു മറ? നമുക്ക് സംസാരിച്ചിരിക്കാം. എനിക്ക് ഉറക്കം വരുന്നു മനു, ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ ഡയലോഗ് ഇല്ലൂമിനാറ്റി ആണെന്ന് തോന്നുന്നത്. ഇനി മുകേഷ് സാറും ജയസൂര്യ സാറും പിന്നെ ഇടവേള ബാബു സാറും എല്ലാവരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുമ്പോഴത്തേനും ഇത് സിനിമാ ലോകത്തിൽ മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ലോകത്തേക്കും ഇത് കടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര എല്ലാവരും കൂടെ അരങ്ങണ്ടൊക്കെ പിടിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസ് വന്നിരിക്കുകയാണ്. അരട്ടണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിരിക്കും. ആ കുട്ടി ക്യൂട്ടാണ്, ഈ കുട്ടി സ്ട്രോങ് ആണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അണ്ണം പറയുന്നതാണ്. അതുകൊണ്ട് അതും സത്യമായിരിക്കും. അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ കാണിച്ചിട്ട് തരാം, ഒന്ന് കണ്ടിട്ട് വരൂ. ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീതിനെതിരെ പോലീസ് കേസ്. ചിറ്റൂർ ഫെറിക്കടുത്തുള്ള വാടക വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ്. അലൻ ജോസ് പെരേര, ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കൊച്ചി സ്വദേശിയായ ട്രാൻസ്ജെൻഡർ നൽകിയ പരാതിയിലാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 12-ാം തീയതിയോടെയാണ് ചേരവല്ലൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ചിറ്റൂർ ഫെറിക്കടുത്തുള്ള വാടക വീട്ടിൽ വെച്ച് തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള വിനീത് എന്ന ആൾക്കെതിരെ. ഒപ്പം തന്നെ അലൻ ജോസ് പെരേര, അതുപോലെ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി എന്നിവരുടെ പേര് പറഞ്ഞ് ഇവരുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങണമെന്നും വിനീത് ആവശ്യപ്പെട്ടതായിട്ട് പോലീസ് നൽകിയ മൊഴിയിൽ ഈ യുവതി പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ കൂടി ഇപ്പോൾ ചേരാനല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതെന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആണുങ്ങളെ പീഡിപ്പിക്കുന്നു, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു, ട്രാൻസ്ജെൻഡറിനെ പീഡിപ്പിച്ചെന്ന് പറയുന്നു. ഈ വാർത്തകളെല്ലാം ശരിയാണോന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ആറാട്ടണ്ണൻ്റെ ഒരു ഇത് വെച്ചിട്ട് കാണും. ആറാട്ടണ്ണൻ എന്ന് രാത്രി ആകുമ്പോഴത്തേനും തലയെടുത്തരം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇടും. ആ കുട്ടി ക്യൂട്ടാണ്, ആ കുട്ടി സ്ട്രോങ് ആണ്, എനിക്ക് ആ കുട്ടിയുടെ കൂടെ ലിപ് കിസ് സീനിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴേ ഞാൻ വിചാരിച്ച പുള്ളി ഇത് ഇങ്ങനെ ലോക്കാവുന്നത്. ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും ഇതൊന്നും നമുക്കറിയില്ല. ശിക്ഷിക്കപ്പെടുന്ന വരെ ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് വ്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനം കേട്ടോ. നിങ്ങൾ ഇറങ്ങിക്കോളൂ, നിങ്ങൾക്ക് പബ്ലിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വലുതായിട്ട് കാണേണ്ട ഒരു ഇഷ്യൂവിനെയാണ് ഇവർ വളരെ നിസ്സാരവൽക്കരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ. ഇത് ശരിക്കും ഇത്തരത്തിന് പീഡനത്തിനൊക്കെ ഇരയായിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മെൻ്റൽ ട്രോമ ഭയങ്കരമാണ്. ശരിക്കും ഇവർ ഇതിനൊക്കെ ഇരയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നടന്മാരെല്ലാം ശിക്ഷിക്കപ്പെടണം, ഈ ആളുകളെല്ലാം ശിക്ഷിക്കപ്പെടണം. അതേസമയം ഇവർ പറയുന്നത് കള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ശിക്ഷിക്കപ്പെടണം. കാരണം എനിക്കിതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കള്ളമായിട്ട് തോന്നി, പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റാരെങ്കിലും പറഞ്ഞതിനകത്ത് മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നാളെ നമ്മൾ മറ്റൊരു കിട്ടുകാച്ചി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെല്ലാം തീർച്ചയായിട്ടും കാണണം. ഈ വീഡിയോ കാണുന്നതിൽ 97% ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തത് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്തു. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.